ഹാൻഡ് സാനിറ്റൈസർ എന്ന ഉൽപ്പന്നം നിർമ്മിക്കാൻ ആവശ്യമായിരിക്കുന്ന സമവാക്യം, അതിൻ്റെ ഫോർമുല ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. 200 ഗ്രാം അലോവേര ജെല്ല്, അതാണ് ആദ്യം നമ്മളെടുത്ത് 1/2 ലിറ്റർ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. ഹലോ നമസ്കാരം, അക്കൗണ്ട് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിയിലുള്ള ബദൽ ജീവിത പഠന കേന്ദ്രത്തിലാണ്. നമ്മുടെ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പിന്നിലായിട്ട് കാണുന്ന സ്ഥാപനമാണിത്. നമ്മുടെ ഒപ്പം ഉള്ളത് ഇവിടുത്തെ സാറ് വർഗീസ് പോളാണ്. അപ്പോൾ ഇവരിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 100-ലധികം, അതായത് നമുക്ക് വീട്ടിലിരുന്ന് ഉണ്ടാക്കി വിപണിയിൽ ഇറക്കാവുന്ന ഐറ്റംസുകൾ, അതെങ്ങനെ ഉണ്ടാക്കാം അല്ലെങ്കിൽ അത് ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ എല്ലാം ഇവിടെ ലഭ്യമാണ്. അതിനുള്ള ട്രെയിനിങ് ഒക്കെ ഇവിടുന്ന് സാറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ കൂടെ സാർ നമ്മളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഹാൻഡ് സാനിറ്റൈസർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. കാരണം ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നൊരു സംഭവമായിരുന്നു ഈ ഹാൻഡ് സാനിറ്റൈസർ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഇന്ന് നമ്മളോട് സാറ് കാണിച്ചു തരാൻ പോകുന്നത്. ഇത് ബദൽ ജീവിത പഠന കേന്ദ്രം, ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശത്ത് കാണുന്ന ഈ സ്ഥാപനം പ്രധാനമായും പ്രവർത്തിക്കുന്നത് ഗാർഹിക സ്വയം തൊഴിലുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കി വീട്ടിൽ തന്നെ വിറ്റഴിക്കുന്ന രീതിയിലുള്ള ഒരു സ്വയം തൊഴിൽ സംവിധാനമാണ് ഇവിടെ നമ്മൾ ആളുകളെ പഠിപ്പിക്കുക. ഒരു വ്യത്യസ്തമായ ചിന്തയിലൂടെ, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിലൂടെ, വ്യത്യസ്തമായ ജീവിത അന്വേഷണങ്ങളിലൂടെ ജനങ്ങളിലേക്ക് ഞങ്ങൾ ഒരുപാട് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണ പരിശീലനമാണ് കൈമാറിയിട്ടുള്ളത്. കഴിഞ്ഞ 23 വർഷങ്ങളായി 100-ലേറെ ഉൽപ്പന്നങ്ങളാണ് ഇവിടെ ആളുകളെ നമ്മൾ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ പരിശീലന പരിപാടിക്ക് പ്രധാനമായും ഞങ്ങളിട്ടിരിക്കുന്ന പേര് നെസ്റ്റ് എന്നാണ്, നാനോ എൻട്രപ്രണർഷിപ്പ് സ്കിൽ ട്രെയിനിങ്. നാനോ എന്ന് പറഞ്ഞാൽ വളരെ വളരെ ചെറിയ സൂക്ഷ്മ സംരംഭങ്ങളെക്കാൾ ചെറിയ കണികാ സംരംഭങ്ങളാണ് ഞങ്ങളിവിടെ ആളുകളെ പഠിപ്പിക്കുക. ഇത്തരം സംരംഭങ്ങളുടെ പ്രത്യേകത, ഒന്ന് ഹാൻഡ് മെയ്ഡാണ്, കൈകൊണ്ടുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം, മെഷീനറി വേണ്ട, കറണ്ട് വേണ്ട. 2 ഹോം മെയ്ഡ്, വീടിനകത്തുള്ള സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ നിർമ്മാണ പരിപാടികൾ ഇവിടെ നടപ്പിലാക്കുന്നത്. നമ്മുടെ അടുക്കളയോ നമ്മുടെ മുറ്റമോ നമ്മുടെ ഇറയത്തോ ചെയ്യാവുന്ന ഉൽപ്പന്നങ്ങൾ മാത്രം. 3-മത്തേത് ഹാർട്ട് മെയ്ഡ്, ചങ്ക് പറിച്ചു പണിയെടുക്കാൻ സന്നദ്ധതയുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഉൽപ്പാദന രീതിയാണ് ഞങ്ങൾ പരിചയപ്പെടുത്തുക. അവിഹിതമായ മാർഗങ്ങളിലൂടെ എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല, ഞങ്ങൾ അവരെ ഇത്തരം പരിശീലന പരിപാടിക്ക് ക്ഷണിക്കുന്നില്ല എന്നർത്ഥം. മാർക്കറ്റിങ്ങിനും ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സംവിധാനമുണ്ട്. അതിൽ 1-മത്തേത് ഹോം ഷോപ്പ്, വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ വീട്ടിൽ വെച്ച് തന്നെ വിറ്റഴിക്കുന്ന രീതിക്കാണ് നമ്മൾ ഹോം ഷോപ്പ് എന്ന് പറയുക. പ്രായമായവർക്കോ അംഗവൈകല്യമുള്ളവർക്കോ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ ബിസിനസ് മാനേജ് ചെയ്യാം. 2-മത്തെ വിശേഷം എന്ന് പറയുന്നത് ഹോം ഡെലിവറിയാണ്. ലോകത്തെ ഏറ്റവും വലിയ പണക്കാരനായ ജെഫ് ബെസോസ് നടത്തുന്ന ആമസോൺ ഒരു ഹോം ഡെലിവറി സംവിധാനമാണ്. എന്തുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ആളുകൾക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ നമ്മുടെ വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് ആവശ്യപ്പെടുന്നതനുസരിച്ച് അവരുടെ വീടുകൾ എത്തിച്ചു കൊടുത്തുകൂടാ എന്ന ചോദ്യമാണ് ഈ ഹോം ഡെലിവറി സംവിധാനത്തിൽ ഞങ്ങൾ നിങ്ങളോട് ചോദിക്കുക. 3-മതായി ഞങ്ങൾ അവതരിപ്പിക്കുന്ന രീതിയാണ് ഹാംലെറ്റ് മാർക്കറ്റിംഗ്. പരസ്പരം ആളുകൾ അറിയുന്ന ഒരു സ്ഥലത്തെയാണ് ഗ്രാമം എന്ന് പറയുക. ഗ്രാമത്തിൽ എന്തൊക്കെ ആവശ്യങ്ങൾക്കൊക്കെ ആളുകൾ ഒരുമിച്ച് കൂടുന്നുവോ അവിടെയെല്ലാം നമ്മുടെ ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്ന രീതിക്കാണ് നമ്മൾ ഹാംലെറ്റ് മാർക്കറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുക. അവസാനത്തെ ഒരു മാർക്കറ്റിംഗ് സിസ്റ്റമാണ് ഹാൻഡ് ടു ഹാൻഡ്, അഥവാ പഴയ ബാട്ടർ സിസ്റ്റം. നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ മറ്റുള്ളവർക്ക് കൈമാറുകയും അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുന്ന ഈ ഗാന്ധിയൻ ചിന്തയിലൂടെയാണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. ആഗോള കുത്തകകൾ ഉണ്ടാക്കി വിൽക്കുന്ന ഉൽപ്പന്നങ്ങൾ വലിയ വിലയുള്ളതും പലപ്പോഴും നാം പറയുന്ന ഗുണമേന്മ ഉള്ളതുമല്ല. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഉത്തരം ഉൽപ്പന്നങ്ങളുടെ ഗുണമേന്മ നമുക്ക് തന്നെ പരിശോധിച്ച് ഉറപ്പാക്കാവുന്നതാണ്. ഉപയോഗത്തിലൂടെ തെളിയിക്കപ്പെട്ട ഒരുപാട് ഉൽപ്പന്നങ്ങൾ, വേണ്ടി വന്നാൽ പരീക്ഷണ നിരീക്ഷണ പഠനങ്ങളിലൂടെ ഇതിൻ്റെ ഗുണമേന്മ ഉറപ്പാക്കിക്കൊണ്ട് തന്നെ ഇത്തരം ഉൽപ്പന്നങ്ങളെ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഒരു വലിയ വ്യവസായമായി അല്ലെങ്കിൽ ഒരു ചെറുകിട വ്യവസായമായി മാറ്റിയെടുത്ത് കോടികൾ വരുമാനമുണ്ടാക്കുന്ന പദ്ധതിയാക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരണമെങ്കിൽ ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ട് പടിഞ്ഞാറ് വശത്ത് തന്നെ കാണുന്ന സെൻറ്റർ ഫോർ ഓൾട്ടർനേറ്റ് ലേണിംഗ് ആൻഡ് ലിവിങ് എന്ന സ്ഥാപനത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. സോപ്പ്, ഡിറ്റർജൻറ്റ്, ഷാംപൂ വിഭാഗങ്ങളിലായി 40ഓളം ഉൽപ്പന്നങ്ങളും, വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ക്രാഫ്റ്റ് വിഭാഗങ്ങളിലായി 40ഓളം മറ്റുൽപ്പന്നങ്ങളും, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായി വേറെയും 10-40ഓളം ഉൽപ്പന്നങ്ങളടക്കം 100ഓളം ഉൽപ്പന്നങ്ങളാണ് ബദൽ ജീവിത പഠന കേന്ദ്രത്തിൽ പരിശീലനം കൊടുക്കുക.
പരിശീലനത്തിൽ താല്പര്യമുള്ളവർക്ക് 1 ദിവസത്തെ പരിശീലനമായും 3 ദിവസത്തെ വർക്ക്ഷോപ്പായും ഞങ്ങൾ പരിശീലനം കൊടുക്കുന്നുണ്ട്. നിങ്ങളെ ബദൽ ജീവിത പഠന കേന്ദ്രത്തിലേക്ക് ഹൃദയംഗവുമായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ നേരിടുന്ന വലിയൊരു ദുരന്തമാണ് സാംക്രമിക രോഗങ്ങൾ. സാംക്രമിക രോഗങ്ങൾക്കെതിരെയുള്ള നമ്മുടെ പ്രതിരോധ നടപടികളിൽ വളരെ പ്രധാനമാണ് വ്യക്തി ശുചിത്വം പാലിക്കുക, അതുപോലെ തന്നെ പരിസര ശുചിത്വം പാലിക്കുക എന്നുള്ളത്. വ്യക്തി ശുചിത്വത്തിൽ വളരെ പ്രധാനമാണ് നമ്മുടെ കൈകൾ കഴുകി വൃത്തിയാക്കുന്നത്. അതിനുവേണ്ടി ലോക കൈകഴുകൽ ദിനം പോലും നമ്മൾ ആചരിക്കുന്നുണ്ട്. ഇങ്ങനെ കൈ കഴുകുന്നത് വെറുതെ സോപ്പിട്ട് കഴുകാം, ചില ഹാൻഡ് വാഷുകൾ ഉപയോഗിച്ചുകൊണ്ട് കഴുകാം. അതുമല്ലെങ്കിൽ ഇന്ന് തെളിയിക്കപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഹാൻഡ് സാനിറ്റൈസർ എന്ന് പറയുന്ന ഈ ഉൽപ്പന്നം. സാംക്രമിക രോഗങ്ങളുടെ ഭീതി നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ സാനിറ്റൈസർ എങ്ങനെയാണ് വീട്ടിൽ തന്നെ നിർമ്മിച്ചെടുക്കുക എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ അസംസ്കൃത വസ്തു ഇത് അലോവേര ജെല്ലാണ്. ആയുർവേദത്തിൽ വളരെ പേരുകേട്ട ഒരു ഉൽപ്പന്നമാണ് അലോവേര. ക്യാൻസറിന് വരെ ചികിത്സയ്ക്ക് സഹായിക്കുന്ന അലോവേര, തലമുടിയുടെ നല്ല കറുപ്പഴകിന് സഹായിക്കുന്ന നീലിഭൃംഗാദി പോലുള്ള തൈലങ്ങളിൽ ഉപയോഗിക്കുന്ന അലോവേര ജെല്ലാണ് നമ്മൾ ആദ്യമായി ഇതിന് നമ്മൾ ഉപയോഗിക്കുക. ഇത് 100 ഗ്രാം അലോവേര ജെല്ല്. ഈ 100 ഗ്രാം അലോവേര ജെല്ലിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1/2 ലിറ്റർ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ലഭ്യമായിരിക്കുന്നതിൽ ഏറ്റവും ഇഫക്റ്റീവായ, ഏറ്റവും കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന ഒരു അണുനാശിനിയാണ്. ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ തന്നെയാണ് ആസ്പത്രികളിൽ റബ്ബിംഗ് ആൽക്കഹോൾ എന്ന പേരിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മുടെ കൈകളെ അണുവിമുക്തമാക്കാൻ ഉപയോഗിക്കുന്ന ഐസോപ്രൊപ്പൈൽ ആൽക്കഹോൾ. രണ്ടാമതായി നമ്മൾ ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്നത് ഗ്ലിസറിൻ. ഗ്ലിസറിൻ സർവ്വസാധാരണമായി നാം ഉപയോഗിക്കുന്ന ഒരു സൗന്ദര്യവർദ്ധക വസ്തുവാണ്. ഏറ്റവും നല്ല ഗ്ലിസറിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് പോലും നമ്മുടെ കേരള ഉൽപ്പന്നമായ വെളിച്ചെണ്ണയിൽ നിന്ന്. ഗ്ലിസറിൻ നാം ഉപയോഗിക്കുന്നത് നമ്മുടെ കൈകളിൽ ഒരു സോഫ്റ്റ്നെസ് ഉണ്ടാകുന്നതിന് വേണ്ടിയാണ്. ഒപ്പം ഇത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈകൾക്ക് സുഖകരമായ ഒരു അനുഭവം നൽകാൻ ഗ്ലിസറിൻ നമ്മളെ സഹായിക്കുന്നു. അടുത്തതായി നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് ഇസെൻഷ്യൽ ഓയിലാണ്. ഏറ്റവും പേരുകേട്ട ആയുർവേദ മരുന്നുകളിൽ നിന്ന് തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇസെൻഷ്യൽ ഓയിൽ. ഇസെൻഷ്യൽ ഓയിൽ ചേർത്ത് ഇത് നന്നായി കൂട്ടിത്തിരുമ്മിയെടുക്കുക. വീണ്ടും ഈ ലിക്വിഡ് നല്ല കട്ടിയുള്ള ഒരു ലിക്വിഡായി മാറിയിരിക്കുന്നത് നമുക്ക് കാണാം. ആവശ്യമെങ്കിൽ മാത്രം കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയാണ് ഇതിനകത്തേക്ക് നമ്മൾ അല്പം നിറം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു നിറം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഉൽപ്പന്നം കാണാൻ കൂടെ ഭംഗിയുള്ള ഒരു ഉൽപ്പന്നമായി മാറുന്നു. ആവശ്യാനുസരണം നിറം ചേർക്കാം, അമിതമായി നിറം ചേർക്കേണ്ട കാര്യമില്ല. അല്പം ഒന്ന് ആകർഷകമാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന നിറം. ഓക്കെ, ഇപ്പോൾ ഹാൻഡ് സാനിറ്റൈസറിലെ ഏറ്റവും കട്ടിയുള്ള ഒരു രൂപം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതേ പ്രോഡക്റ്റിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ലൂസാക്കി എടുക്കണമെങ്കിൽ അതിനകത്തേക്ക് കൂടുതൽ ആൽക്കഹോൾ ചേർത്ത് നാം അതിനെ കുറച്ചുകൂടെ നേർപ്പിച്ചെടുക്കുന്നു. അലോവേര ജെൽ ചേർക്കാതെ ആൽക്കഹോളും ഗ്ലിസറിനും അതിലേക്ക് ആവശ്യമായിരിക്കുന്ന ഇസെൻഷ്യൽ ഓയിലും കളറും ചേർത്ത് നമുക്ക് ഒരു സ്പ്രെയർ ഇതുപോലെ തയ്യാറാക്കാം. ഏറ്റവും പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്
ആൽക്കഹോൾ ചേർക്കുമ്പോൾ മിനിമം അത് 70% ഉണ്ടായിരിക്കണം. ബാക്കി നമ്മൾ ഒരു 10% നമ്മൾ ചേർക്കുന്നത് ഗ്ലിസറിനും, പിന്നെ ആവശ്യമെങ്കിൽ മാത്രം ഈ ഒരു 20% വെള്ളവും ചേർത്ത് നമുക്ക് ഇതുപോലെ നല്ലൊരു സ്പ്രെയറാക്കി മാറ്റാം. ഇത്തരം സ്പ്രേ ബോട്ടിലുകൾ നമ്മുടെ കടകളിൽ നമുക്ക് ലഭ്യമാണ്. ഇതിൽ നിറച്ചതിന് ശേഷം ഇതുപോലെ ഒരു സ്പ്രെയറായി നമുക്ക് പ്രയോജനപ്പെടുത്താം. ഇതാണെന്നുണ്ടെങ്കിൽ അല്പം വ്യത്യസ്തമാണ്. ഇത് കുറച്ചുകൂടെ ടൈറ്റാണ്, കൊഴുപ്പുള്ളതാണ്. ഇത്തരത്തിലുള്ള ഫ്ലിപ്പ് ക്യാപ്പുള്ള കുപ്പിയിലാണ് നമ്മൾ നിറയ്ക്കുന്നതെങ്കിൽ സാമ്പത്തികമായി കുറച്ച് ലാഭം ഉണ്ടാകും. പക്ഷേ ഇത്തരം കുപ്പികളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ കുപ്പിക്ക് 5 രൂപയും ഈ പ്രസ് ഗൺ എന്ന് വിളിക്കപ്പെടുന്ന ഈ സാധനത്തിന് 10 രൂപയും വിലമതിക്കുന്നതാണ്. നമുക്ക് ഇപ്പോൾ തയ്യാറാക്കിയ ഈ പ്രോഡക്റ്റ് ആകർഷകമായ പലതരത്തിലുള്ള ഇത്തരം കുപ്പികൾ ലഭ്യമാണ്. ഇത്തരം കുപ്പികളിൽ ഡിസ്പെൻസർ ഗൺ പിടിപ്പിച്ച് ആവശ്യാനുസരണം നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഉപയോഗിക്കുമ്പോൾ അല്പം മാത്രം നമ്മൾ എടുക്കുക. കൈകളിൽ നന്നായി കൈ മുഴുവൻ നനയുന്ന രീതിയിൽ അത് അപ്ലൈ ചെയ്യുക. നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ കൈകൾക്ക് നല്ല സോഫ്റ്റ്നെസ്സും ഒപ്പം അണുക്കൾ നശിച്ചു പോകുന്ന ഗുണമേന്മയും ഇത്തരം ഉൽപ്പന്നം വാഗ്ദാനം ചെയ്യുന്നു. ഹാൻഡ് സാനിറ്റൈസർ എന്ന ഉൽപ്പന്നം നിർമ്മിക്കാൻ ആവശ്യമായിരിക്കുന്ന സമവാക്യം, അതിൻ്റെ ഫോർമുല ഞാനിപ്പോൾ നിങ്ങളോട് പറയാം. 200 ഗ്രാം അലോവേര ജെല്ല്, അതാണ് ആദ്യം നമ്മളെടുത്ത് 1/2 ലിറ്റർ ഐസോപ്രൊപ്പൈൽ ആൽക്കഹോളുമായി നമ്മൾ ചേർക്കുന്നത്. അത് ഏതാണ്ട് ഒരു 10 മിനിറ്റ് നേരം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 50 മില്ലിഗ്രാം ഗ്ലിസറിൻ. അതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 10 മില്ലി ഇസെൻഷ്യൽ ഓയിൽ, ആവശ്യത്തിന് മാത്രം വേണമെങ്കിൽ മാത്രം ഉപയോഗിക്കുന്ന കളർ, പിന്നീട് 30% വരെ വേണമെങ്കിൽ വെള്ളം ചേർത്ത് നമുക്കതിനെ ഡൈല്യൂട്ട് ചെയ്യാം. ഏതായാലും നാം ഉണ്ടാക്കുന്ന ഹാൻഡ് സാനിറ്റൈസറിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യം 70% ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ഉണ്ടായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹോം മെയ്ഡ് ഹാൻഡ് സാനിറ്റൈസർ ഉണ്ടാക്കാമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ മറ്റുള്ള എന്തെങ്കിലും പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സ്വയം തൊഴിലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ പഠിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വർഗീസ് പോൾ സാറിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോൻ്റെ പല ഭാഗങ്ങളായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താൻ ആരും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും ആരും മറക്കാതിരിക്കുക. വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.